Our next topic is isomerism in coordination compound. കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ ഐസോമറിസം എങ്ങനെയാണ്? നമുക്കറിയാം എന്താണ് ഐസോമറുകൾ എന്ന് പറയുമ്പോൾ. ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ദ കോമ്പൗണ്ട്സ് ഹാവിങ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് ആൻഡ് ഹെൻസ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അത് ഒരേ മോളിക്കുലാർ ഫോർമുലയുള്ള വ്യത്യസ്ത സ്ട്രക്ചറുകളുള്ള കോമ്പൗണ്ടുകളെയാണ് നമ്മൾ ഐസോമേഴ്സ് എന്ന് പറയാം. ഈ ഐസോമേഴ്സ് കാണിക്കുന്ന ഫിനോമിനൻ അതിൻ്റെ പേരാണെന്ത്? ഐസോമറിസം. ശ്രദ്ധിക്കേണ്ടത് ഐസോമറിസത്തിൽ സ്ട്രക്ചർ വ്യത്യാസമാണ്, അതുകൊണ്ട് പ്രോപ്പർട്ടികളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രധാനമായിട്ടും രണ്ട് ടൈപ്പ് ഐസോമറിസമാണുള്ളത്. ഒന്ന് സ്ട്രക്ചറൽ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസം. മറ്റൊന്ന് സ്റ്റീരിയോ ഐസോമറിസം. സ്ട്രക്ചറൽ ഐസോമറിസവും സ്റ്റീരിയോ ഐസോമറിസവും. ശ്രദ്ധിക്കേണ്ടത് സ്ട്രക്ചറൽ ഐസോമറിസം അറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ സ്ട്രക്ചർ. സ്ട്രക്ചറിലെ വ്യത്യാസം കൊണ്ടുണ്ടാകുന്ന ഐസോമറിസത്തെയാണ് സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് വിളിക്കുക. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ടാവുക എന്തുകൊണ്ടാണ്? സ്ട്രക്ചറിൽ വ്യത്യാസം വരുമ്പോഴാണ് സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ടാവുക. സ്റ്റീരിയോ ഐസോമറിസമോ ഇറ്റ് ഈസ് ഡ്യൂ ടു ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവരുടെ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തുക. സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുത്തുമ്പോഴുണ്ടാകുന്ന ഐസോമറിസമാണ് സ്റ്റീരിയോ ഐസോമറിസം. Structural isomerism arises due to difference in structure. Stereo isomerism arises due to എന്തുകൊണ്ടാ? സ്റ്റീരിയോ ഐസോമറിസം arises due to difference in the spatial arrangement of atoms or groups. നമുക്ക് ആദ്യം കോർഡിനേഷൻ കോംപ്ലക്സിലെ സ്ട്രക്ചറൽ ഐസോമറിസത്തിലേക്ക് വരാം. ഇവിടെ പ്രധാനമായിട്ടും 4 സ്ട്രക്ചറൽ ഐസോമറിസമാണ് കോർഡിനേഷൻ കോംപ്ലക്സിൽ കാണിക്കുക. 4 സ്ട്രക്ചറൽ ഐസോമറിസം കാണിക്കും. ഏതൊക്കെയാണ് ആ 4 സ്ട്രക്ചറൽ ഐസോമറിസം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ അയണൈസേഷൻ ഐസോമറിസം. ഫസ്റ്റ് വൺ അയണൈസേഷൻ ഐസോമറിസം. നോക്കാം, നമുക്കൊരു എക്സാമ്പിളിലൂടെ എന്താണ് അയണൈസേഷൻ ഐസോമറിസം നോക്കാം. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ആണ് CO NH3 SO4. SO4 എന്ന് പറഞ്ഞാൽ സൾഫേറ്റ് Br. CO NH3 SO4 Br. അതിൻ്റെ ഒരു ഐസോമറാണ് CO NH3 Br SO4. CO NH3 Br SO4. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇവിടെ Br കൗണ്ടർ അയോൺ ആയിരുന്നു, സൾഫേറ്റോ ലിഗാൻഡ് ആണ്. ഇവിടെ ചെന്നപ്പോഴോ സൾഫേറ്റ് കൗണ്ടർ അയോണായി Br ലിഗാൻഡ് ആയിട്ട് മാറി. അതായത് അയോണുകൾ തമ്മിൽ മാറി. അയോണുകൾ മാറുമ്പോഴുണ്ടാകുന്ന ഐസോമറിസമാണെന്ത്? അയണൈസേഷൻ ഐസോമറിസം. Ionization isomerism have same molecular formula but they give different ions in aqueous solution. വെള്ളം ചേർത്ത ഡിഫറൻറ്റ് അയോണുകൾ തരും അല്ലേ? ഇവിടെ ബ്രോമിൻ ആണ് അയോണ്, ഇവിടെ സൾഫേറ്റ് ആണ് അയോൺ. അപ്പോൾ അയോണുകൾ മാറിക്കഴിഞ്ഞാൽ ആ ഐസോമറിസത്തിൻ്റെ പേരാണെന്ത്? അയണൈസേഷൻ ഐസോമറിസം. ഫസ്റ്റത്തെ കേസിൽ നോക്ക്, ഫസ്റ്റ് കോംപ്ലക്സ് ഗീവ് ടെസ്റ്റ് ഓഫ് ബ്രോമൈഡ് അയോൺ. ഈ കോംപ്ലക്സിൽ ബ്രോമൈഡ് അയോണിൻ്റെ ടെസ്റ്റാണ് കിട്ടുക. ഇവിടെ രണ്ടാമത്തെ കേസാണെങ്കിലോ സൾഫേറ്റ് അയോണിൻ്റെ ടെസ്റ്റാണ് കിട്ടുക. ആദ്യത്തേൽ ബ്രോമൈഡ് അയോൺ കിട്ടും, രണ്ടാമത്തേൽ സൾഫേറ്റ് അയോൺ കിട്ടും. അപ്പോൾ അയോണുകൾ ജസ്റ്റ് മാറിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഐസോമറിസത്തെ അയണൈസേഷൻ ഐസോമറിസം എന്ന് വിളിക്കാം. ഓക്കെ, രണ്ടാമത്തെ ഐസോമറിസത്തിലേക്ക് പോവാം. Second one is linkage isomerism. Linkage isomerism. ശ്രദ്ധിക്കുക, ലിങ്കേജ് ഐസോമറിസം സാധാരണ കാണിക്കുക ആംബിഡൻറ്റേറ്റ് ലിഗാൻഡുകളൊക്കെ ഉണ്ടാകുമ്പോഴാണ്.
ആംബിഡൻറ്റേറ്റ് ലിഗാൻഡുള്ള കേസിലാണ് ലിങ്കേജ് ഐസോമറിസം കൂടുതലായിട്ട് കാണിക്കാറുള്ളത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. CO NH3 NO2 ഒരു ലിഗാൻഡാണ് NO2. കൗണ്ടർ അയോൺ ആയിട്ട് ഇവിടെ Cl2 ഉണ്ട്. CO NH3 NO2 Cl2. ഇനി ലിങ്കേജ് ഐസോമർസ് എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ NO2 എന്ന് എഴുതിയാൽ നൈട്രജൻ ആണ് ഈ കൊബാൾട്ടിലേക്ക് എന്ത് ചെയ്യണത്, ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യണത്. NO2 നമ്മൾ പഠിച്ചിട്ടുണ്ട്. NO2 എന്നുള്ളത് ആംബിഡൻറ്റേറ്റ് ലിഗാൻഡാണ്. നൈട്രജനിലൂടെയും ഇലക്ട്രോണെ കൊടുക്കാം, ഓക്സിജനിലൂടെയും ഇലക്ട്രോണെ കൊടുക്കാം. NO2 എന്ന് എഴുതിയാൽ നൈട്രജൻ ആണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോൺ പെയറിനെ ഡൊണേറ്റ് ചെയ്യുക. ഇതിൻ്റെ ഒരു ഐസോമറാണ് CO NH3 NO2 എന്നുള്ളതിന് പകരം ഞാൻ ONO എന്ന് എഴുതാം. ONO എന്ന് എഴുതിയാലും തന്നെയാണ് NO2 തന്നെയാണ്. NO2 തന്നെയാണ് ONO എന്ന് എഴുതിയാൽ. ONO ബാക്കി പുറത്താരുണ്ട് Cl2, പുറത്ത് Cl2 എന്നുള്ള കോമ്പൗണ്ട് ONO Cl2. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ NO2-ൽ ഓക്സിജനാണ് സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോണെ കൊടുക്കുക. ഇവിടെ ആണെങ്കിലോ നൈട്രജനാണ് കൊടുക്കുക. അപ്പോൾ സെൻട്രൽ മെറ്റൽ ആറ്റത്തിലേക്ക് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യുന്ന സൈറ്റിൽ വ്യത്യാസം വരാം. ലിങ്കിങ് സൈറ്റിൽ വ്യത്യാസം വരികയാണെങ്കിൽ ആ ഐസോമറിസത്തെയാണ് എന്തെന്ന് വിളിക്കുക, ലിങ്കേജ് ഐസോമറിസം. അതായത് ലിങ്കേജ് ഐസോമേഴ്സ് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല but the linkage of ligand to the central metal atom is different. Linkage of ligand to the central metal atom is different. Okay, ഇനി ശ്രദ്ധിക്കുക. ഇപ്പം ഈ കോമ്പൗണ്ട് ഇതിൻ്റെ പേരെന്താ വരിക, പെൻഡാ അമീൻ. ഇതിൻ്റെ പേരെന്ത് വരും, പെൻഡാ അമീൻ N നൈട്രൈറ്റോ അല്ലെങ്കിൽ N നൈട്രോ കൊബാൾട്ട് 3 ക്ലോറൈഡ് എന്ന് വരും അല്ലെ. ഇതിൻ്റെ പേര് പെൻഡാ അമീൻ NO2 നൈട്രജൻ ആണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും, N നൈട്രോ കൊബാൾട്ട് ഇവിടെ ക്ലോറൈഡ്. ചാർജ് നോക്കുമ്പോൾ NO2-ന് -1 ഒരു Cl -1. അപ്പോൾ -1 × 2 -2 ഇതും കൂടെ -3 വരും. അപ്പോൾ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ x = +3 എന്ന് കിട്ടും. പെൻഡാ അമീൻ N നൈട്രോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇതിൻ്റെ പ്രത്യേകത ഇതൊരു യെല്ലോ കളറിലാണ് ഈ കോമ്പൗണ്ട് ഉണ്ടായിരിക്കുക. യെല്ലോ ഫോമാണ് ഇത് ഉണ്ടായിരിക്കുക. ഇനി ഇത് നോക്കുകയാണെങ്കിൽ പേരെന്താ, പെൻഡാ അമീൻ O നൈട്രോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. കാരണം ഓക്സിജനാണ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്, അതുകൊണ്ട് O നൈട്രോ എന്നാണ് കൊടുക്കുക. പെൻഡാ അമീൻ O നൈട്രോ കൊബാൾട്ട് 3 ക്ലോറൈഡ്. ഇത് റെഡ് കളറിലാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ 2 ഫോമിലാണ് ഇവർ കിട്ടുന്നത്. റെഡ് ഫോമിൽ ഈ കോമ്പൗണ്ട് കിട്ടും, യെല്ലോ ഫോമിൽ ഈ കോമ്പൗണ്ട് കിട്ടും. അപ്പോൾ ലിങ്കേജ് ഐസോമേഴ്സ് എന്ന് പറയുമ്പോൾ ലിങ്കേജ് ഐസോമേഴ്സ് ഹാവ് സെയിം മോളിക്കുലാർ ഫോർമുല ബട്ട് ദ ലിങ്കേജ് ഓഫ് ലിഗാൻഡ് ടു ദ മെറ്റൽ അയോൺ ഈസ് ഡിഫറെൻറ്റ്. ദെൻ സ്ട്രക്ചറൽ ഐസോമറിസത്തിലെ മൂന്നാമത്തെ ടൈപ്പ് നോക്കാം. സ്ട്രക്ചറൽ ഐസോമറിസത്തിലെ മൂന്നാമത്തെ ടൈപ്പാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് പറയും. ഹൈഡ്രേറ്റ് ഐസോമറിസം. Third one is hydrate isomerism. അതിന് വേറൊരു പേരാണ് സോൾവേറ്റ് ഐസോമറിസം. ഹൈഡ്രേറ്റ് ഓർ സോൾവേറ്റ്, അതായത് വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാവും. വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ വ്യത്യാസം വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റ് ഐസോമറിസം എന്ന് വിളിക്കുക. സപ്പോസ് ഒരു കോമ്പൗണ്ടാണ് CR
H2O 6 ടൈംസ് Cl3 അല്ലേ, Cr H2O 6 ടൈംസ് Cl3. ഇതിൻ്റെ ഹൈഡ്രേറ്റ് ഐസോമർസ് നമുക്ക് നോക്കാം. Cr H2O5. ഇവിടെ 6 വാട്ടർ മോളിക്യൂൾ ഉണ്ട്, ഇവിടെ 5 എണ്ണം ഉള്ളൂ. ടോട്ടൽ ക്രോമിയത്തിൻ്റെ ലിഗാൻഡുകളുടെ എണ്ണം 6 ആയിരിക്കണം. അപ്പോൾ ഒരു Cl ഇങ്ങോട്ട് ഉള്ളിലേക്ക് എടുത്തു. Cl. പിന്നെ പുറത്ത് പാരൊക്കെ ഉണ്ടാവും, 2 Cl ഉണ്ടാവും, ഒരു H2O ഉണ്ടാവും. Cl2 H2O, Cr H2O5 Cl, Cl2 H2O. ശ്രദ്ധിക്കുക, അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വന്നു അല്ലേ. കോർഡിനേഷൻ സ്ഫിയറിൻ്റെ ഉള്ളിൽ ഇവിടെ 6 വാട്ടർ മോളിക്യൂൾ, ഇവിടെ ആണെങ്കിലോ 5 വാട്ടർ മോളിക്യൂൾ. അപ്പോൾ വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരിക. ഹൈഡ്രേറ്റ് ഐസോമേഴ്സ് ഹാവ് സെയിം മോളിക്യുലാർ ഫോർമുല ബട്ട് വാട്ടർ ഓഫ് ഹൈഡ്രേഷൻ ഈസ് ഡിഫറൻറ്റ്. നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾ ഇൻ ദ കോർഡിനേഷൻ സ്ഫിയർ ഈസ് ഡിഫറൻറ്റ്. അതിനെയാണ് നമ്മൾ ഹൈഡ്രേറ്റ് ഐസോമറിസം അല്ലെങ്കിൽ സോൾവേറ്റ് ഐസോമറിസം എന്നൊക്കെ വിളിക്കാം. നോക്ക്, ഈ 2 കോമ്പൗണ്ട് 2 പ്രോപ്പർട്ടിയാണ് കാണിക്കുക കേട്ടോ. ഇതിൻ്റെ കളറ് വയലറ്റ് കളറാണ്, ഇത് വയലറ്റ് കളറാണ്. ഇതിൻ്റെ കളറോ ഗ്രേ ഗ്രീൻ കളർ. ഇത് ഗ്രേ ഗ്രീൻ കളർ, ഇതിൻ്റെ കളറ് വയലറ്റ് കളർ. ഇതാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം. ആ സ്ട്രക്ചറൽ ഐസോമറിസത്തിന് മൂന്നാമത്തത് ഹൈഡ്രേറ്റ് ഐസോമറിസം. അത് വാട്ടർ മോളിക്യൂളിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം ഉണ്ടാകുന്ന ഐസോമറിസമാണ് ഹൈഡ്രേറ്റ് ഐസോമറിസം. ദെൻ അവർ ലാസ്റ്റ് വൺ, സ്ട്രക്ചറൽ ഐസോമറിസത്തിലെ ലാസ്റ്റ് വൺ ആണ് കോർഡിനേഷൻ ഐസോമറിസം. ഫോർത്ത് വൺ ഈസ് കോഓർഡിനേഷൻ ഐസോമറിസം. കോർഡിനേഷൻ ഐസോമർസ് എന്ന് പറഞ്ഞാലേ കോർഡിനേഷൻ കോംപ്ലക്സ് തന്നെ വ്യത്യാസം വരാം. ലിഗാൻഡ് വ്യത്യാസം വരുമ്പോഴാണ് കോർഡിനേഷൻ ഐസോമർസ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ CONH36 CrCN6 ഇതൊരു കോംപ്ലക്സാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിന് ലിഗാൻഡ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതാം. അപ്പോൾ അതിൻ്റെ അടുത്തൊരു ഐസോമർ കിട്ടും. അതിപ്പോൾ CONH3ക്ക് പകരം ഇവിടെ ആരെ കൊണ്ടുവരിക, CN കൊണ്ടുവരിക. CN6 അത് CRO NH36 COCN6 ഒന്നുകൂടെ എഴുതാം. CO ജസ്റ്റ് ലിഗാൻഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി എഴുതാം. അത് COCN6 CRNH36. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻഡ് ടേക്സ് പ്ലേസ്. ലിഗാൻഡുകളുടെ എക്സ്ചേഞ്ച് നടക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് വിളിക്കാം, കോർഡിനേഷൻ ഐസോമർസ് എന്ന് വിളിക്കാം. അപ്പോൾ കോർഡിനേഷൻ ഐസോമർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലിഗാൻഡുകൾ നമ്മൾ മാറ്റണം. എക്സ്ചേഞ്ച് ഓഫ് ലിഗാൻഡ് നടക്കുമ്പോഴാണ് നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കുക, കോർഡിനേഷൻ ഐസോമറിസം. ആ സ്ട്രക്ചറൽ ഐസോമറിസം പ്രധാനമായിട്ടും 4 എണ്ണാണുള്ളത്. ഫസ്റ്റ് വൺ നമ്മൾ അയണൈസേഷൻ ഐസോമറിസം നോക്കി, ദെൻ ലിങ്കേജ് ഐസോമറിസം, പിന്നെ ഹൈഡ്രേറ്റ് ഐസോമറിസം ആൻഡ് കോർഡിനേഷൻ ഐസോമറിസം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റീരിയോ ഐസോമറിസം. നമുക്കറിയാം എന്താണ് സ്റ്റീരിയോ ഐസോമറിസം. ഐസോമറിസം അറൈസസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ സ്പേഷ്യൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് ഓർ ഗ്രൂപ്പ്സ്. ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ അവരുടെ സ്പേസിൽ അറേഞ്ച്മെൻറ്റിൽ വ്യത്യാസം വരുമ്പോഴാണ് നമ്മളതിനെ സ്റ്റീരിയോ ഐസോമറിസം എന്ന് വിളിക്കുക. സ്റ്റീരിയോ ഐസോമറിസം 2 ടൈപ്പാണുള്ളത്. ഏതൊക്കെയാണ് സ്റ്റീരിയോ ഐസോമറിസത്തിൻ്റെ 2 ടൈപ്പുകൾ? ഒന്ന് ജോമെട്രിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം
മറ്റൊന്ന് ഓപ്റ്റിക്കൽ ഐസോമറിസം. ജോമെട്രിക്കൽ ഐസോമറിസം ആൻഡ് ഓപ്റ്റിക്കൽ ഐസോമറിസം. നോക്കാം എങ്ങനെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം ഉണ്ടാവുക. ജോമെട്രിക്കൽ ഐസോമറിസം എറൈസസ് ഡ്യൂ ടു റെസ്ട്രിക്റ്റഡ് റൊട്ടേഷൻ. റൊട്ടേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ് എന്ത് ജോമെട്രിക്കൽ ഐസോമറിസം. അതായത് ഒരു മോളിക്യൂൾ നമ്മളിങ്ങനെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്ട് കോൺസ്റ്റന്റ് ആക്കി നിർത്തി രണ്ടാമത്തെ പാർട്ടിൽ എന്ത് ചെയ്യുക, ആറ്റം അല്ലെങ്കിൽ ഗ്രൂപ്പുകൾ റൊട്ടേറ്റ് ചെയ്യിക്കുക. ഈ റൊട്ടേഷന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഐസോമറിസത്തെയാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്ന് പറയാം. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒരു കോമ്പൗണ്ട് എടുക്കുകയാണ്, PT(NH3 twice Cl2). ഒരു കോമ്പൗണ്ടാണ് PT(NH3 twice Cl2). നമ്മൾ ആദ്യം ജോമെട്രിക്കൽ ഐസോമറിസം കംപ്ലീറ്റ് ആക്കിയിട്ട് ഓപ്റ്റിക്കൽ ഐസോമറിസത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മളെ കോമ്പൗണ്ട് PT(NH3 twice Cl2). ഈ കോമ്പൗണ്ടിന് നമുക്ക് രണ്ട് രൂപത്തിൽ അറേഞ്ച് ചെയ്യാം. ഒന്ന്, നമ്മളിതിലെ സെൻട്രൽ ആറ്റം എടുക്കുക, PT പ്ലാറ്റിനം, നമ്മളിവിടെ കൊടുത്തു പ്ലാറ്റിനം. ഇവിടെ ടോട്ടൽ എത്ര ലിഗാൻഡ് ഉണ്ട്? ലിഗാൻഡുകളുടെ എണ്ണം, കോർഡിനേഷൻ നമ്പർ എത്രയാണ്? 4 അല്ലേ. 2 NH3 ഉണ്ട്, 2 Cl ഉണ്ട്. ആ കോർഡിനേഷൻ നമ്പർ 4 ആയതുകൊണ്ട് നമ്മൾ അതിനെന്ത് ചെയ്യാം, നമുക്ക് ഈ രൂപത്തിലേക്ക് നമുക്കൊന്ന് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. 4 ആളെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ഫോം. ഇനി നമ്മൾ ചെയ്യണത്, ഇപ്പം 2 NH3 ഉണ്ട്, 2 Cl ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, NH3 അല്ലെ. 2 NH3 കൊടുത്തു, 2 Cl കൊടുത്തു, 2 NH3 കൊടുത്തു, 2 Cl കൊടുത്തു. ഒരാൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്തു എന്ന് വിചാരിക്കാം. വേറൊരാൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ മോഡലിലാണ്. സെൻട്രൽ മെറ്റലാറ്റമായ പ്ലാറ്റിനം എഴുതി. ഇതേപോലെ 4 ലിഗാൻഡുകൾക്ക് നിൽക്കാൻ വേണ്ടി ഈ ഒരു അറേഞ്ച്മെന്റ് തന്നെ ചെയ്തു. PT 2 NH3യും 2 Cl. അപ്പോൾ അയാൾ ചെയ്തത്, ഒരു NH3 ഇവിടെ കൊടുത്തു, അടുത്ത NH3 അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡായ ഇവിടെ കൊടുത്തു. ഓപ്പോസിറ്റ് സൈഡ് ആകെ 4 ആളേ ഉള്ളൂ, 2 2 എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്താൽ സ്വാഭാവികമായിട്ട് അടുത്തത് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരും. ഇവിടെ എല്ലാ കേസും അങ്ങനെയല്ല, ഇവിടെ. അപ്പോൾ നമുക്ക് പറയാം, സെയിം ഗ്രൂപ്പ് സെയിം സൈഡിലാണ് ഇവിടെ ഉള്ളത്. ഇവിടെയോ സെയിം ഗ്രൂപ്പ് അറ്റ് ദ ഓപ്പോസിറ്റ് സൈഡ്. സെയിം ഗ്രൂപ്പ് സെയിം സൈഡിലാണെങ്കിൽ ഈ ജോമെട്രിക്കൽ ഐസോമറിസത്തെ പറയുന്ന പേര് സിസ് ഐസോമർ എന്നാണ്. CIS, സിസ്. സെയിം ഗ്രൂപ്പ് ഓൺ ദ സെയിം സൈഡ്, ഇറ്റ് ഈസ് സിസ് ഐസോമർ. ഇവിടെയോ സെയിം ഗ്രൂപ്പ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ് ഐസോമർ. സെയിം ഗ്രൂപ്പ് ഓൺ ദ ഓപ്പോസിറ്റ് സൈഡ്, ഇറ്റ് ഈസ് കോൾഡ് ട്രാൻസ് ഐസോമർ. അപ്പോൾ ഇതിനെ വിളിക്കുന്ന പേരെന്താണ്? ട്രാൻസ് ഐസോമർ. അപ്പോൾ ഇത് സിസ് ഐസോമർ, അത് ട്രാൻസ് ഐസോമർ. സെയിം ഗ്രൂപ്പ് സെയിം സൈഡിലാണെങ്കിൽ സിസ് ഐസോമർ, സെയിം ഗ്രൂപ്പ് ഓപ്പോസിറ്റ് സൈഡിലാണെങ്കിൽ ട്രാൻസ് ഐസോമർ. ഇത് കോർഡിനേഷൻ നമ്പർ 4 ഉള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു കേസാണ്. ഇനി കോർഡിനേഷൻ നമ്പർ 6 ഉള്ള കേസിൽ എങ്ങനെയൊക്കെ വരാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ ഉണ്ടാവും, കോർഡിനേഷൻ നമ്പർ 6 ഉള്ള കോംപ്ലക്സുകൾ. അതിലെങ്ങനെയൊക്കെ നമുക്ക് സിസും ട്രാൻസും വരക്കാം എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു കോമ്പൗണ്ട് കൺസിഡർ ചെയ്യാണ്. CO NH3 4 times Cl2. CO NH3 4 times Cl2. Cl2 പ്ലസ്. ഇതാണ് നമ്മളെ കോമ്പൗണ്ട്. CO NH3 4 times Cl2 പ്ലസ്. നമുക്കിതിൻ്റെ സിസും ട്രാൻസും വരക്കണം. എന്താ ചെയ്യുക? ആദ്യം നമ്മളിതിലെ സെൻട്രൽ ആറ്റമായ കൊബാൾട്ടിനെ വരക്കും. CO കൊബാൾട്ട് വരച്ചു. നമുക്കറിയാം ഇവിടുത്തെ നമ്പർ ഓഫ് ലിഗാൻഡ് എത്രയാണ്? 4 + 2 6. 6 ലിഗാൻഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. 6 ഭാഗത്തേക്ക് ഒക്ടാഹെഡ്രൽ
സ്ട്രക്ചറിലേക്ക് വരും. ഇനി സിസും ട്രാൻസും വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അളവിൽ കുറവുള്ള ലിഗാൻഡ് ഏതാ? കുറച്ചുള്ള ലിഗാൻഡ് ക്ലോറിൻ, 2 ഉള്ളൂ. അമീൻ ആണെങ്കിൽ 4 അപ്പോൾ ഈ അളവിൽ കുറവുള്ള ലിഗാൻഡിനെ ബേസ് ചെയ്തിട്ടാണ് സിസും ട്രാൻസും നമുക്ക് തീരുമാനിക്കാൻ പറ്റുക. എണ്ണം നോക്കുകയാണെങ്കിൽ അളവിൽ കുറവുള്ളതിനെ എടുക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ അതിനെ ട്രാൻസ് എന്ന് വിളിക്കും. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടില്ലെങ്കിൽ അതിനെന്ത് വിളിക്കാം? സിസ് എന്ന് വിളിക്കാം. അങ്ങനെയാണ് വരും. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ കൊടുത്തു, അതൊക്കെ ഓപ്പോസിറ്റാണ്. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ്, വന്നിട്ടില്ലെങ്കിൽ സിസ്. അപ്പോൾ ഒന്ന് പറയും, അപ്പോൾ ഇതിന് നമ്മൾ എന്താ വിളിക്കുക? ഇവിടെ Cl കൊടുത്തു, ഇവിടെ Cl, 4 NH3 ഉണ്ട്, NH3 4 കൊടുത്തു. എന്നിട്ട് മേലെ എന്ത് ചെയ്യുക? ഒരു പ്ലസ് ചാർജ് കൊടുക്കുക. പ്ലസ് ചാർജ് എല്ലാവർക്കും കൂടുതലാണ്. നമ്മളിത് ഇങ്ങനെ കൊടുത്തു. ഇത് സിസ്സാ ട്രാൻസാ? അല്ലേ? നമ്മളെ കോമ്പൗണ്ട് ഇതാണ്. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നോ? ഇല്ല. അമോണിയ ഓപ്പോസിറ്റ് സൈഡിൽ വരും, അത് നോക്കണ്ട. കുറഞ്ഞത് വന്നോ നോക്കാം. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഇതിന് എന്ത് വിളിക്കാം? സിസ് ഐസോമർ എന്ന് പറയാം. ഇതെന്താണ്? സിസ് ഐസോമർ. അപ്പം ഇനി ഇതിൻ്റെ ട്രാൻസ് എങ്ങനെ വരയ്ക്കാം? ഒന്ന് നോക്കിക്കോ. CO 6 ലിഗാൻഡുകൾക്ക് നിൽക്കാനുള്ള സ്ഥലം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. 6 ലിഗാൻഡ്. ഏറ്റവും അളവിൽ കുറഞ്ഞ ലിഗാൻഡ് Cl, ക്ലോറിൻ. അപ്പോൾ ആ ക്ലോറിൻ നമ്മൾ എന്ത് ചെയ്യുക? ഓപ്പോസിറ്റ് സൈഡിലാണ് കൊടുക്കുക. ബാക്കി NH3 വെച്ച് ഫില്ല് ചെയ്യാം. NH3, 4 NH3 ആണുള്ളത്. പ്ലസ് ചാർജ് കൊടുത്തു. അപ്പം ഇവിടെ നോക്ക്, ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അപ്പം നമുക്ക് അതിന് എന്ത് പറയാം? സിസ് ഐസോമർ. ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വന്നപ്പോൾ സിസ് ഐസോമർ, വരാത്തപ്പോൾ ട്രാൻസ് ഐസോമർ. അത് ശ്രദ്ധിക്കേണ്ടത്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകൾ എടുക്കുമ്പോൾ ഇപ്പോൾ 6 ലിഗാൻഡ്, ഒരു ടൈപ്പ് 4 ഒരു ടൈപ്പ് 2. അത്തരം കേസുകളിൽ സിസും ട്രാൻസും തീരുമാനിക്കുക ആ എണ്ണം കുറഞ്ഞ ലിഗാൻഡുകളാണ്. എണ്ണം കുറഞ്ഞ ലിഗാൻഡുകളാണ് എന്ത് ചെയ്യുക? സിസും ട്രാൻസും തീരുമാനിക്കുക. ഓക്കെ, നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ, CO Cl2 En twice. COCl2 En twice. ഡൈക്ലോറോ ബിസ് എത്തിലീൻ ഡയമീൻ കൊബാൾട്ട് 2. അങ്ങനെയാണ് കോമ്പൗണ്ട് കിട്ടുക. ഇതിൻ്റെ സിസും ട്രാൻസും നമ്മൾ എങ്ങനെ വരയ്ക്കുക? ആദ്യം നമ്മൾ സെൻട്രൽ ആറ്റമായ CO വരച്ചു. CO. പിന്നെ നമുക്കറിയാം ഈ എത്തിലീൻ ഡയമീൻ എന്നുള്ളത് ഒരു ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. അതായത് 2 പെയർ ഓഫ് ഇലക്ട്രോൺ എന്ത് ചെയ്യാം? കൊബാൾട്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? എത്തിലീൻ ഡയമീന് കഴിയും. അപ്പോൾ നമ്മൾ വരക്കുമ്പോൾ ഇപ്പോൾ 2 Cl ഉണ്ട്. അപ്പോൾ നമ്മൾ 2 Cl തൽക്കാലം ഞാനിവിടെ അങ്ങനെ കൊടുത്തു, 2 Cl. പിന്നെ എത്തിലീൻ ഡയമീൻ 2 ഉണ്ട്. 2 Cl ഞാനിങ്ങനെ വരച്ചു, ഒരു Cl, ഒരു Cl. En എന്നുള്ളത് 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കൊടുക്കുന്നതും ഇവിടെ കൊടുക്കുന്നതും ഇങ്ങനത്തെ 2 നമ്മൾ കൊടുക്കുമല്ലോ. ഇത് 2ൻ്റെയും കൂടെ സെൻട്രലായിട്ട് എന്ത് ചെയ്യാം? En കൊടുക്കുക, എത്തിലീൻ ഡയമീൻ. ഇവിടെയും ഇവിടെയും കൂടെ. എന്നിട്ട് ഇവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കാണിക്കാം. കാരണം എത്തിലീൻ ഡയമീൻ 2 പെയർ ഓഫ് ഇലക്ട്രോണെ കൊടുക്കുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു എത്തിലീൻ ഡയമീൻ ഉണ്ട്. അത് നമ്മൾ നേരത്തെ വരച്ചിരുന്ന പോലെ തന്നെ ഇവിടേക്കും അതേപോലെ ഇവിടേക്കും എത്തിലീൻ ഡയമീൻ ഇവിടെ കാണിക്കുക, ഇവിടെ ഇങ്ങനെ കാണിക്കുക. മനസ്സിലാവുണ്ടല്ലോ? അതായത് ഈ 2 കൂടെ എത്തിലീൻ ഡയമീനിലേക്ക് കാണിക്കുക. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നമ്മൾ ക്ലോറിൻ ആണ് എടുക്കുക. ഇതാണ് അതിൽ ചെറുത്, ഒരു മോണോഡൻഡേറ്റ് ലിഗാൻഡാണ് ക്ലോറിൻ. അപ്പം ഇവർ ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഓപ്പോസിറ്റ് സൈഡിൽ വന്നിട്ടില്ല. അതുകൊണ്ട് ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? സിസ് ഐസോമർ. ഇതെന്താണ്? സിസ് ഐസോമർ.
ഇനി ഇതിൻ്റെ ട്രാൻസ് ഒന്ന് വരക്കാം. CO കൊബാൾട്ട്. നമുക്ക് 2 Cl നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാം? എത്തിലീൻ ഡൈയമീൻ വരക്കണം. എത്തിലീൻ ഡൈയമീൻ, ഒരു എത്തിലീൻ ഡൈയമീൻ നമ്മളിവിടെ കൊടുത്തു. ഇതിങ്ങനെ കാണിക്കണം, കാരണം 2 ഭാഗത്തേക്കും ഇലക്ട്രോൺ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ 2 ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യുന്നു എന്ന് കാണിക്കാനാണ്. എത്തിലീൻ ഡൈയമീൻ ഇസ് എ ബൈഡൻഡേറ്റ് ലിഗാൻഡ്. അതുപോലെ ഇവിടെയും എന്തുണ്ടാവും? എത്തിലീൻ ഡൈ അമീൻ, എത്തിലീൻ ഡൈ അമീൻ. ഇപ്പോൾ ഇവിടെ നോക്ക്, ഏറ്റവും ചെറിയ എലമെൻ്റായ ക്ലോറിൻ 2 ഓപ്പോസിറ്റ് സൈഡിൽ വന്നു. അത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നത് കൊണ്ട് നമുക്കതിന് എന്തെന്ന് വിളിക്കാം? ട്രാൻസ് ഐസോമർ. ഓപ്പോസിറ്റ് സൈഡിൽ വന്നതുകൊണ്ട് ട്രാൻസ് ഐസോമർ. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ വരാത്തത് കൊണ്ട്, ക്ലോറിൻ ഓപ്പോസിറ്റ് സൈഡിൽ വരാത്തത് കൊണ്ട് സിസ് ഐസോമർ. അങ്ങനെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുക. ഇനി വേറൊരു കേസ് ഉണ്ട്, അതിന് നമ്മൾ സിസ് ട്രാൻസ് എന്നല്ല പറയാം, അതിന് പകരം ചെറിയൊരു പേര് മാറ്റി ഫേസ് മെർ എന്നൊക്കെയാണ് ഉപയോഗിക്കുക. ഫേസ് മെർ എന്ന് ഉപയോഗിക്കും. സിസിന് പകരമാണ് ഫേസ് എന്ന് വരുന്നത്, പിന്നെ ട്രാൻസിന് പകരമാണ് മെർ എന്ന് വരിക. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ സിസും ട്രാൻസും ഒക്കെ ക്ലിയർ ആണല്ലോ. ഇനി അടുത്തൊരു മെത്തേഡിൽ ടോട്ടൽ 6 ലിഗാൻഡ് ഉണ്ടാവും. ഒരു ടൈപ്പ് ലിഗാൻഡ് 3 എണ്ണം, അടുത്ത ടൈപ്പ് 3 എണ്ണം, ഒരേ അളവിലുണ്ടാവും. ഇപ്പം ഇവിടെയൊക്കെ നമ്മൾ എടുത്തപ്പോൾ എങ്ങനെയായിരുന്നു? 6 എണ്ണം ഉണ്ടെങ്കിൽ 4 എണ്ണം ഒരു ടൈപ്പ്, 2 എണ്ണം ഒരു ടൈപ്പ്. അപ്പോൾ ആ 2 എണ്ണം ഉള്ളത് നോക്കിയിട്ട് എന്ത് ചെയ്യും? അത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ്, അത് ഓപ്പോസിറ്റ് സൈഡിൽ വന്നില്ലെങ്കിൽ സിസ്, അങ്ങനെയൊക്കെ തീരുമാനിക്കും. പിന്നെ മോണോഡൻഡേറ്റ് ലിഗാൻഡ്, ബൈഡൻഡേറ്റ് ലിഗാൻഡ്. അപ്പോൾ അവിടെ മോണോഡൻഡേറ്റ് ലിഗാൻഡ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുക? സിസും ട്രാൻസും നമ്മൾ തീരുമാനിക്കുക. ഇനിയുള്ള കേസിൽ മോണോഡൻഡേറ്റ് ലിഗാൻഡ് തന്നെയാണ് 2 ടൈപ്പും. 2 എണ്ണം എത്ര വീതം വരും? പിന്നെ ഒരേ അളവിൽ 3 എണ്ണം വീതം വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പിന്നെ ഫേസ് മെർ എന്നിവ കാണിക്കുക? നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്തൊരു എക്സാമ്പിൾ CONH3 ത്രൈസ്. നമുക്ക് CONH3 ത്രൈസ്, NO2 ത്രൈസ്. CONH3 ത്രൈസ്, NO2 ത്രൈസ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലെ തന്നെ നമ്മൾ സെൻട്രൽ മെറ്റൽ ആറ്റമായ കൊബാൾട്ട് ആദ്യം എടുത്തു. ടോട്ടൽ എത്ര ലിഗാൻഡ് ഉണ്ട്? 3 + 3 6 ലിഗാൻഡ്. അപ്പോൾ നമ്മൾ ഇതേപോലെ എന്ത് ചെയ്യും? 6 ലിഗാൻഡുകൾക്ക് നിൽക്കാനുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുത്തു. 3 NH3 ഉണ്ട്, 3 NO2 ഉണ്ട്. ഞാൻ അങ്ങനെ വരയ്ക്കുകയാണ്. NH3 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 NO2 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 നമ്മൾ ഇങ്ങനെ വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ NH3 3 എണ്ണം ഉണ്ട്, NO2 3 എണ്ണം ഉണ്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഏതെങ്കിലും ഒരു 3 എണ്ണം എടുത്ത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു 3 എണ്ണത്തെ എടുത്തു. അപ്പോൾ ഈ ഒരു 3 എണ്ണം ഞാനിങ്ങനെ കൺസിഡർ ചെയ്യാം. ഈ ഒരു 3 എണ്ണം നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഇങ്ങനെ നോക്കുമ്പോൾ അവിടെയുള്ള 3 എണ്ണം ഒരേപോലെ വരുന്നുണ്ടെങ്കിൽ, 3 donor atoms of the same ligands occupy adjacent position at the corners of octahedral face. ഒരു ഒക്ടാഹെഡ്രൽ ഫേസിൻ്റെ 3 കോർണറുകളിലായിട്ട് അഡ്ജസൻറ്റ് പൊസിഷനിലായിട്ട് ഒരേ ലിഗാൻഡ് വരുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിതിനെ പറയുന്ന പേര് ഫേസ് എന്നാണ് പറയുക. FAC, ഫേസ്, ഫേഷ്യൽ ഐസോമർ. അതിനാണ് ഫേസ് എന്ന് പറയുക കേട്ടോ, ഫേഷ്യൽ ഐസോമർ. ഇനി നമ്മളങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 3 എണ്ണം ഒരേ ലിഗാൻഡ് വരുന്നില്ലെങ്കിൽ അപ്പോൾ നമ്മളതിനെ എന്തെന്ന് വിളിക്കേണ്ടി വരും? മെർ, മെറഡിയോണൽ ഐസോമർ എന്നാണ് നമ്മളതിനെ മെർ എന്ന് വിളിക്കേണ്ടി വരും. അതായത് when the position of the donor atoms are around the meridian of octahedron. നമുക്ക് എങ്ങനെ വരച്ചു നോക്കാം? CO 6 ലിഗാൻഡ് ആണുണ്ടാവുക. 1 2 3 4 5 6. നമുക്ക് 3 NH3 ഉണ്ട്, 3 NO2 ഉണ്ട്. ഞാൻ എന്ത് ചെയ്തു? ഒരു NH3 ഇവിടെ, ഒരു NH3 ഇവിടെ, ഒരു NH3 ഇപ്പുറത്ത് കൊടുത്തു.
മൂന്നാമത്തേൽ കൊടുത്തില്ല, അപ്പുറത്തേക്കാണ് കൊടുത്തത്. NO2 അങ്ങനെ കൊടുത്തു. ഏതെങ്കിലും ഒരു 3 കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എടുത്തു. ഒരേപോലെ കിട്ടുമോ? 3 എടുത്താൽ ഒരേ ലിഗാൻഡ് വരുമോ? ഇല്ല. എവിടെ നിന്ന് 3 എടുത്താലും എന്ത് ചെയ്യില്ല, ഒരേ ലിഗാൻഡ് വരുന്നില്ല. അപ്പോൾ നമ്മൾ അതിന് വിളിക്കുന്ന പേരെന്താണ്? മെർ ഐസോമർ. അതിന് വിളിക്കുന്ന പേരെന്താണ്? മെർ ഐസോമർ. ഇത്രയാണ് നമുക്ക് ജോമെട്രിക്കൽ ഐസോമർസ് എന്നുള്ള ഭാഗത്ത് പഠിക്കാനുള്ളത്. അതായത് ഇപ്പം നമ്മൾ പിന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ഇപ്പം 4 ലിഗാൻഡാണ് ആകെ ഉള്ളൂ വിചാരിക്കും. കോർഡിനേഷൻ നമ്പർ 4 ആണ്. 4ഉം സെയിം ലിഗാൻഡ് ആണെങ്കിൽ അവിടെ ഒരിക്കലും എന്ത് കാണിക്കില്ല, ഐസോമറിസം കാണിക്കണില്ല. ഡിഫറെൻ്റ് ലിഗാൻഡ് വരണം. അപ്പോൾ അതിന് നമ്മൾ പല മെത്തേഡുകൾ പഠിച്ചു. ഇപ്പോൾ 4 ലിഗാൻഡ് ആകണ്ട് അവരെ 2 അങ്ങനെ വന്നു കഴിഞ്ഞാൽ സെയിം സൈഡിൽ കൊടുത്താൽ സിസ്, ഓപ്പോസിറ്റ് സൈഡ് കൊടുത്താൽ ട്രാൻസ്. 6 ലിഗാൻഡ് ഉണ്ട്. അതിൽ നമ്മൾ എന്ത് ചെയ്തു, 2 രൂപത്തിലേക്ക് നമ്മൾ കൊടുത്തു. ഒന്നിൽ പിന്നെ ചെറിയ എലമെൻറ്റ് അത് നോക്കി, അപ്പോൾ അത് 2 അല്ലെങ്കിൽ കുറഞ്ഞ എലമെൻറ്റ്, എണ്ണം കുറവുള്ള എലമെൻറ്റ് കുറച്ചും മറ്റേത് കൂടുതലാണെങ്കിൽ ആ കുറവുള്ള എലമെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ് സിസും ട്രാൻസും നമ്മൾ തീരുമാനിക്കുക. ആ കുറവുള്ള എലമെൻറ്റ് ഓപ്പോസിറ്റ് സൈഡിൽ വന്നാൽ ട്രാൻസ് അല്ലെങ്കിൽ സിസ്. പിന്നെ ഈ മോണോഡെൻഡേറ്റ് ലിഗാൻഡും ബൈഡെൻഡേറ്റ് ലിഗാൻഡും ഒക്കെ വരുന്നുണ്ടെങ്കിൽ മോണോഡെൻഡേറ്റ് ലിഗാൻഡ് വെച്ചിട്ട് എന്ത് ചെയ്യണം, സിസും ട്രാൻസും പറയാൻ പറ്റണം. പിന്നെ MA3B3 സെയിം നമ്പർ ഓഫ് ലിഗാൻഡ്, 2 വ്യത്യസ്ത ലിഗാൻഡുകൾ ഒരേ എണ്ണത്തിൽ വരികയാണെങ്കിൽ 3 അങ്ങനെ വരികയാണെങ്കിൽ സിസ് ട്രാൻസ് എന്നുള്ളതിന് പകരം നമുക്ക് വരുന്ന എന്താണ്, ഫേസ് മെർ എന്നുള്ളതാണ് വരിക. അപ്പോൾ ആ കാര്യം കൂടെ ശ്രദ്ധിച്ചിരിക്കണം. ഇത്രയാണ് ജോമെട്രിക്കൽ ഐസോമറിസം എന്നുള്ള ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. സ്റ്റീരിയോ ഐസോമറിസത്തിലെ 2ാമത്തെ ടൈപ്പാണ് ഓപ്റ്റിക്കൽ ഐസോമറിസം. ഓപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡെക്സ്ട്രോ ഐസോമറുകളും ലീവോ ഐസോമറുകളും 2 ടൈപ്പാണ്. എന്താണ് ഡെക്സ്ട്രോ, എന്താണ് ലീവോ എന്ന് നമുക്ക് നോക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, ഒരു നോർമൽ ലൈറ്റിൻ്റെ വൈബ്രേഷൻ എങ്ങനെയായിരിക്കും? നോർമൽ ലൈറ്റിൻ്റെ വൈബ്രേഷൻ എല്ലാ ഭാഗത്തേക്കും ഉണ്ടായിരിക്കും. നോർമൽ ലൈറ്റിൻ്റെ വൈബ്രേഷൻ നമുക്ക് ഇങ്ങനെ അറേഞ്ച് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും നോർമൽ ലൈറ്റിൻ്റെ വൈബ്രേഷൻ ഉണ്ടായിരിക്കും. ഈ നോർമൽ ലൈറ്റിനെ നമ്മൾ നിക്കൽ പ്രിസത്തിലൂടെ കടത്തിവിടുക, നൈക്കോൾ പ്രിസം അല്ലെങ്കിൽ നിക്കൽ പ്രിസത്തിലൂടെ നമ്മൾ കടത്തിവിടുകയാണെങ്കിൽ നമുക്കൊരു ലൈറ്റ് കിട്ടും. നമുക്കപ്പോൾ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ലൈറ്റ് ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം വൈബ്രേഷൻ ഉള്ളതായിരിക്കും. ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്ക് മാത്രം എന്ത് ചെയ്യുക, വൈബ്രേഷൻ ഉണ്ടാവുക. ഈ ലൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്നാണ് വിളിക്കുക. ഈ ലൈറ്റിൻ്റെ പേരെന്താണ്? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. അതായത് നോർമൽ ലൈറ്റിനെ നിക്കൽ പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഡയറക്ഷനിൽ മാത്രം വൈബ്രേഷനുള്ള ആ ലൈറ്റിനെയാണ് എന്തെന്ന് വിളിക്കുക? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് എന്ന് വിളിക്കും. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ്. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു സബ്സ്റ്റൻസിലൂടെ നമ്മൾ കടത്തിവിടാം. ഇതൊരു ഓർഗാനിക് സബ്സ്റ്റൻസ്, ജനറലി ഓർഗാനിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കോർഡിനേഷൻ സബ്സ്റ്റൻസിലൂടെ നമ്മൾ എന്ത് ചെയ്യുക, കടത്തിവിടാം. കോർഡിനേഷൻ കോമ്പൗണ്ട് ആകാം കേട്ടോ. പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് നമ്മൾ ഒരു കോമ്പൗണ്ടിലൂടെ കടത്തിവിടുന്നു. അപ്പോൾ കോമ്പൗണ്ടിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒന്നുകിൽ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും അല്ലെങ്കിൽ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും. ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഒരു സബ്സ്റ്റൻസിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും, ഈ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഇങ്ങനെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും. അതായത് ഇങ്ങനെ നിൽക്കുന്നത് എന്ത് ചെയ്യും, വലത്തോട്ടൊന്ന് തിരിയും. റൈറ്റിലേക്ക് റൊട്ടേഷൻ നടത്താൻ പറ്റുന്ന സബ്സ്റ്റൻസുകളുണ്ട്. ചില സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും, ഇവരെ നേരെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം അല്ലേ, ലെഫ്റ്റിലേക്കുള്ള റൊട്ടേഷൻ. ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും, ഇവിടെ റൈറ്റിലേക്ക് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അങ്ങനെ റൈറ്റ് സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഈ സബ്സ്റ്റൻസിൻ്റെ കഴിവിന് ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആ സബ്സ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. എന്താ വിളിക്കുക? ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. അപ്പോൾ എന്താ ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ? ദ എബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ടു റൊട്ടേറ്റ്
the plane polarized light to the right. Then ഒരു സബ്സ്റ്റൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്കാണ് റൊട്ടേറ്റ് ചെയ്യിക്കണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആ സബ്സ്റ്റൻസിനെ വിളിക്കാവുന്ന പേരാണ് ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. LAEVO, ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. ലീവോ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ്, ഡെക്സ്ട്രോ എന്ന് പറഞ്ഞാൽ റൈറ്റ്. അപ്പോൾ ലീവോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ? The substance which rotate the plane polarized light towards left is called levorotatory substance. ഇനി നോക്ക്, the phenomenon of rotation of plane polarized light is known as optical rotation. ഇത്തരത്തിൽ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കൊക്കെ റൊട്ടേറ്റ് ചെയ്യിക്കാനുള്ള ഈ കഴിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഒപ്റ്റിക്കൽ റൊട്ടേഷൻ. അത്തരം സബ്സ്റ്റൻസുകൾ നമുക്ക് എന്തെന്ന് വിളിക്കാം? ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് എന്ന് വിളിക്കാം. ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ്. ഇനി ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആവണമെങ്കിൽ അതിനുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. അതായത് D and L are related to each other as non-superimposable mirror image. രണ്ട് കോമ്പൗണ്ടും എന്ത് ചെയ്യാൻ പാടില്ല? നോൺ സൂപ്പർഇമ്പോസബിൾ മിറർ ഇമേജ് ആയിരിക്കണം. അത് ഒന്നിൻ്റെ മേലെ മറ്റൊന്ന് വെച്ചാൽ അത് മറയാൻ പാടില്ല. അതാണ് നോൺ സൂപ്പർഇമ്പോസബിൾ മിറർ ഇമേജ്. അങ്ങനെ വരികയാണെങ്കിൽ ആ ഐസോമറുകളെ പറഞ്ഞ പേര് ഇനാൻഷ്യോമേഴ്സ് എന്നാണ് വിളിക്കുക. അതായത് ഡെക്സ്ട്രോ ഐസോമറും. ഇപ്പോൾ സപ്പോസ് നമുക്കൊരു സിമ്പിളായിട്ടൊരു കോമ്പൗണ്ട് എടുക്കാം. ഇപ്പോൾ എ എന്നുള്ള ഒരു സബ്സ്റ്റൻസ്, ഇതിൻ്റെ മിറർ ഇമേജ് എന്താണ്? അല്ലേ, കണ്ണാടിയിൽ നോക്കിയാൽ നമുക്ക് കാണാം ഈ എ തന്നെയാണ്. എ ഒരേ വലുപ്പത്തിലായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഈ കോമ്പൗണ്ടിൻ്റെ മേലെ അതിൻ്റെ മിറർ ഇമേജ് വെച്ചു എന്ന് വിചാരിക്കാം. ഈ എയുടെ മേലെ ഈ എ വെച്ചാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് ഒന്ന് അതിൻ്റെ മേലെ ഇങ്ങനെ കൃത്യമായിട്ട് കിടക്കും. അപ്പോൾ അതെന്താണ്? സൂപ്പർ ഇമ്പോസിബിൾ ആണ്. സൂപ്പർ ഇമ്പോസിബിൾ. അപ്പോൾ അത്തരത്തിലുള്ള കോമ്പൗണ്ട് എന്താവില്ല? ഒപ്റ്റിക്കലി ആക്റ്റീവ് സബ്സ്റ്റൻസ് ആകൂല. അതായത് ഡെക്സ്ട്രോ ലീവോ ഐസോമറുകളായിട്ട് മാറാൻ കഴിയൂല. അതേസമയം നമുക്ക് വേറൊരു കോമ്പൗണ്ട് എടുക്കാം. പി എന്നുള്ള ഒരു കോമ്പൗണ്ട്. പി നമുക്കതിൻ്റെ മിറർ ഇമേജ് എടുക്കാം. അല്ലെ, കണ്ണാടിയിൽ പി നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടുക? ഇങ്ങനെയാണ് വരിക. മിറർ ഇമേജ് ഇങ്ങനെ വരും. അപ്പോൾ ഈ പിയുടെ മേലെ ഈ പി വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? രണ്ട് വെവ്വേറെ തന്നെ കാണൂലേ? അല്ലെ, നമുക്ക് ഏകദേശം ഇങ്ങനെ കാണും. ഇതിങ്ങനെ വെച്ചു. ഇനിയിപ്പോൾ ഈ പി നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. അപ്പോൾ രണ്ടിൻ്റെയും ചില ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. അതിനെ വിളിക്കുന്ന പേരാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. അപ്പോൾ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആവണമെങ്കിൽ അതെന്തായിരിക്കണം? നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ആയിരിക്കണം. അത്തരത്തിലുള്ള ഒപ്റ്റിക്കൽ ഐസോമറുകളെ വിളിക്കുന്ന പേര് ഇനാൻഷ്യോമേഴ്സ് എന്നാണ് വിളിക്കുക. ഒപ്റ്റിക്കൽ ഐസോമറുകളെ വിളിക്കുന്ന പേരെന്താണ്? ഇനാൻഷ്യോമേഴ്സ്. ഇനാൻഷ്യോമേഴ്സ് എന്നാണ് അവരെ വിളിക്കുക. ഓക്കെ, ഇനി നമുക്ക് പിന്നെ ചില കോർഡിനേഷൻ കോമ്പൗണ്ടുകളിലെ ഡെക്സ്ട്രോയും ലീവോയും റൊട്ടേഷൻ എങ്ങനെ വരികയെന്ന് നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, നമ്മളൊരു കോമ്പൗണ്ട് എടുക്കുകയാണ്. COEN ത്രൈസ് 3+. COEN ത്രൈസ് 3+. അല്ലേ, എന്താ പേര്? ട്രിസ് എത്തിലീൻ ഡയമീൻ കൊബാൾട്ട് 3 എന്ന് കിട്ടും. ചാർജ് നോക്കുമ്പോഴേ കൊബാൾട്ട് 3 എന്ന് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡെക്സ്ട്രോയും ലീവോയും നമുക്ക് എങ്ങനെ കാണിക്കാം എന്ന് നോക്കാം. ഡെക്സ്ട്രോ ആൻഡ് ലീവോ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യണത് നമ്മളെ സെൻട്രൽ മെറ്റൽ ആറ്റമായ കൊബാൾട്ട് എടുത്തു. CO. നോക്ക്, EN ബൈഡൻഡേറ്റ് ലിഗാൻഡാണ്. അങ്ങനത്തെ 3 എണ്ണം നമുക്ക് കിട്ടി. 3 എണ്ണം നമുക്കുണ്ട്. അത് ശരിക്കും എന്താണ്? ഒരു 6 പെയർ ഓഫ് ഇലക്ട്രോണിനെ ഈ കൊബാൾട്ടിലേക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റും. കാരണം കൊബാൾട്ടിൻ്റെ
കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ നമ്മൾ 6 പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ടായതുകൊണ്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യാം, ഇങ്ങനെ CO ഇത് വരച്ചു. ഇനി നമ്മളവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഈ രണ്ടെണ്ണം കൂടെ ഇവിടെ നമ്മൾ ഒരു EN കൊടുക്കാം, ഇവിടെയും ഇതും കൂടെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു EN കൊടുത്തു, എത്തിലീൻ ഡൈയമീൻ. ഈ രണ്ട് ഭാഗത്തും കൂടെ ആയിട്ട് നമ്മളൊരു എത്തിലീൻ ഡൈയമീൻ, ഈ രണ്ടും കൂടെ ആയിട്ട് എന്ത് ചെയ്യാം, അടുത്ത ഒരു എത്തിലീൻ ഡൈയമീൻ നമ്മളിങ്ങനെ വരച്ചു. എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ 3 പ്ലസ് ചാർജ് ഉണ്ട്, നമുക്ക് തൽക്കാലം 3+ ഇവിടെ കൊടുത്തു. ഇനി നമ്മളതിൻ്റെ മിറർ ഇമേജ് നോക്കാം. കണ്ണാടിയിൽ ഇങ്ങനെ വെച്ചാൽ എങ്ങനെ ഉണ്ടാവാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിൻ്റെ മിറർ ഇമേജ് വരക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, ഈ ഭാഗം അപ്പുറത്തും ഉണ്ടാവും, ഈ റൈറ്റ് സൈഡിലുള്ളതോ ലെഫ്റ്റിലേക്കും വരും. അപ്പം നമ്മൾ വരക്കുമ്പോൾ ഇവിടെ ഇപ്പോൾ CO, ആറെണ്ണം നമ്മളിങ്ങനെ വരച്ചു. ഇനി നോക്ക്, ഈ EN കണ്ണാടിയിൽ ലെഫ്റ്റിലുള്ളത് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇവിടെ കാണാം റൈറ്റ് സൈഡിൽ. അപ്പോൾ ഈ EN എവിടെ ഉണ്ടാവും, ഇവിടെ ഉണ്ടാവും കേട്ടോ. ഈ EN ഈ ഭാഗത്തേക്കായിട്ട് ഉണ്ടാവും EN. ഈ റൈറ്റ് സൈഡിലുള്ള 2 EN എവിടേക്ക് ഉണ്ടാവും, ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഒരു EN വരക്കാം, ഇവിടെ ഒരു എത്തിലീൻ ഡൈയമീൻ EN വരക്കാം. ഓക്കെ, ഇങ്ങനെ തന്നെയുള്ള അതിന് മിറർ ഇമേജ് വരാം. ഇതിൻ്റെ മിറർ ഇമേജ് ആയിട്ട് അങ്ങനെ വരും. അവിടെ നമ്മൾ അതിൻ്റെ ആ 3+ ചാർജ് നമ്മൾ 3+ കാണിച്ചു. ഇവിടെ നോക്ക്, ഇവിടെ ഇപ്പോൾ 2 ഉള്ളത് റൈറ്റ് സൈഡിലാണ്. അത് സ്വാഭാവികമായിട്ടും റൊട്ടേഷൻ നടക്കുന്നത് റൈറ്റിലേക്കാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നമുക്ക് എന്തെന്ന് വിളിക്കാം, ഡെക്സ്ട്രോ റൊട്ടേറ്ററി സബ്സ്റ്റൻസ്. റൈറ്റ് സൈഡിൽ കൂടുതലുണ്ടോ നോക്കുക, നേരെ ഡെക്സ്ട്രോ എന്ന് അങ്ങോട്ട് എഴുതി വെക്കുക. ഇവിടെ നോക്ക്, റൈറ്റ് സൈഡിൽ ഒരു EN എത്തിലീൻ ഡൈയമീൻ ഒരു ലിഗാൻഡ്, ലെഫ്റ്റ് സൈഡിൽ 2 ലിഗാൻഡ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കാണ് റൊട്ടേഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം, ലീവോ എന്ന് വിളിക്കാം. ഇങ്ങനെയാണ് നമ്മൾ ഡെക്സ്ട്രോ ലീവോ സബ്സ്റ്റൻസുകൾ നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ്. അത് CO EN ത്രൈസ് 3+. ആദ്യം സെൻട്രൽ മെറ്റൽ ആറ്റം എഴുതി, പിന്നെ കൊബാൾട്ടിൻ്റെ കോർഡിനേഷൻ നമ്പർ 6 ആണ്. അപ്പോൾ 6 ഭാഗത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ വരച്ചു കഴിഞ്ഞു. എത്തിലീൻ ഡൈയമീൻ ബൈഡൻഡേറ്റ് ലിഗാൻഡ് ആണ്, അതുകൊണ്ട് 2 ലൈൻ അതിലേക്ക് എത്തുന്ന ലെവലിലാണ് വരയ്ക്കുക. അപ്പോൾ നമ്മൾ എത്തിലീൻ ഡൈയമീൻ റൈറ്റ് സൈഡിൽ 2 കൊടുത്തു, ലെഫ്റ്റിൽ 1 കൊടുത്തു. മിറർ ഇമേജ് നോക്കിയപ്പോൾ നേരെ തിരിച്ചാവും, റൈറ്റിൽ1 ലെഫ്റ്റിൽ 2. റൈറ്റിൽ കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന് ഡെക്സ്ട്രോ എന്ന് കൊടുക്കുക. ലെഫ്റ്റിലാണ് കൂടുതലെങ്കിൽ നമ്മൾ അതിന് എന്ത് കൊടുക്കുക, ലീവോ എന്ന് കൊടുക്കുക. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, ഡെക്സ്ട്രോ ഐസോമറും ലീവോ ഐസോമറുകളും നമുക്ക് വരയ്ക്കാൻ പറ്റും. നമുക്ക് ഒരു കോമ്പൗണ്ടും കൂടെ എന്ത് ചെയ്യാം, ഡെക്സ്ട്രോ ലീവോ നമ്മൾ വരച്ചിട്ട് ഐസോമറിസം എന്നുള്ള ഏരിയ നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. ഓക്കെ, നമ്മൾ അടുത്തൊരു കോമ്പൗണ്ട് എടുക്കാം. PtCl2 EN twice. PtCl2 EN twice 2+. നമ്മളതിൻ്റെ ഡെക്സ്ട്രോ ഐസോമറും ലീവോ ഐസോമറും ജസ്റ്റ് ഒന്ന് വരക്കാം. നോക്കാം, ഇവിടെ ലിഗാൻഡുകളുടെ എണ്ണം 2, ഇത് 2 എണ്ണമാണ്. പക്ഷേ എന്തുണ്ട്, ഇത് ബൈഡൻഡേറ്റാണ്. അപ്പോൾ നമ്മൾ ടോട്ടൽ 6 പെയർ ഓഫ് ഇലക്ട്രോൺ വരുന്നുണ്ട്. ലിഗാൻഡുകളാകെ 4 ഉള്ളെങ്കിൽ കൂടെ 6 പെയർ ഓഫ് ഇലക്ട്രോൺ വരും. അപ്പോൾ നമ്മൾ 6 ലിഗാൻഡുകൾക്ക് നിൽക്കാനുള്ള രൂപത്തിൽ നമ്മൾ വരയ്ക്കണം. അപ്പോൾ ആദ്യം നമ്മൾ സെൻട്രൽ മെറ്റലാറ്റമായ PT നമ്മൾ വരച്ചു. പിന്നെ 6 എണ്ണം നിൽക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കുക അല്ലേ, ഒക്ടാഹെഡ്രലാവുമ്പോഴേ 6 എണ്ണം നിൽക്കാൻ ഇങ്ങനെ വരയ്ക്കും. 2 Cl ഉണ്ട്, ഞാനൊരു Cl ഇവിടെ വരച്ചു, ഒരു Cl ഇവിടെ വരച്ചു അല്ലേ. 2 Cl, ഒരു Cl നമ്മൾ ഇവിടെയും വരച്ചു, മറ്റൊരു Cl ഇവിടെയും കൊടുത്തു. ഇനി നമുക്ക് ഏതൊക്കെ ലിഗാൻഡുകളെ കൊടുക്കാനുള്ളത്, എത്തിലീൻ ഡൈയമീൻ EN നമ്മൾ കൊടുക്കണം. ഈ EN നമ്മൾ കൊടുക്കുമ്പോൾ ഇപ്പോൾ ഇവിടെ 2 ലിഗാൻഡ് ഉണ്ട്, 2 Cl വരച്ചു, ഇവിടേക്ക് ഞാനൊരു എത്തിലീൻ ഡൈയമീൻ കൊടുത്തു EN. പിന്നെ ഇവിടേക്ക് എന്ത് ചെയ്യാം,
അടുത്ത EN ഇതിലേക്കും കണക്ട് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ PtCl2 EN ട്വൈസ് ഇങ്ങനെ വന്നു. ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ചാർജ് 2+ ഇവിടെ കാണിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? അതിൻ്റെ മിറർ ഇമേജ് നോക്കാം. മിറർ ഇമേജ്, ഇതിൻ്റെ മിറർ ഇമേജ് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? PT അല്ലെ, ഈ രണ്ട് ഭാഗത്തേക്ക് ക്ലോറിൻ കൊടുത്തിരുന്നു. മിറർ ഇമേജ് ആകുമ്പോൾ ഇവിടെ വരും, ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ. അതായത് അവിടെയുള്ളതൊക്കെ റൈറ്റ് സൈഡിലുള്ളതൊക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് വരും. അതല്ലേ സംഭവിക്കാം. അപ്പോൾ ഇത് രണ്ടും വരച്ചു കഴിഞ്ഞു. ഇവിടെ റൈറ്റിലേക്കാണ്, അവിടെ ലെഫ്റ്റിലേക്ക് വരും. പിന്നെ ഈ EN റൈറ്റിലേക്കാണ്, നമ്മളിവിടേക്ക് മിറർ ഇമേജ് ആയിട്ട് വരുമ്പോൾ ഇവിടെ വരും, ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു EN. ഈ EN ഉണ്ട്, എവിടേക്ക് വരും? EN. പിന്നെ നമ്മൾ 2+ അതേപോലെ കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇനി നോക്ക്, ഇവിടെ ഡെക്സ്ട്രോയും ലീവോയും നമ്മൾ എന്ത് വെച്ചിട്ടാണ് മനസ്സിലാക്കുക? ഇവിടെ ഡെക്സ്ട്രോയും ലീവോയും നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇവിടെ നോക്ക്, താഴ്ഭാഗത്തുള്ളത് എടുക്കാം. ഇതിങ്ങനെ കറങ്ങി വരികയാണ്. അപ്പോൾ എത്തിലിൻ ഡൈയമീൻ. ഞാൻ അതല്ലെങ്കിൽ വേറൊരു സിമ്പിളായിട്ടൊരു കേസ് എടുക്കാൻ പറ്റും. ചെറിയ ലിഗാൻഡ് എവിടേക്കാണ് വരുന്നത് നോക്കാം. ചെറിയ ലിഗാൻഡ് റൈറ്റ് സൈഡിലേക്കാണെങ്കിൽ ഡെക്സ്ട്രോ എന്ന് കൊടുക്കുക, ചെറിയ ലിഗാൻഡ് ലെഫ്റ്റ് സൈഡിലേക്കാണെങ്കിൽ ലീവോ എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്ക് എന്ത് കൊടുക്കാം? ഡെക്സ്ട്രോ. ഇത് നമ്മൾ എന്ത് കൊടുക്കാം? ലീവോ. ഡെക്സ്ട്രോ ലീവോ. അപ്പോൾ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്ന് പറയുമ്പോൾ ഈ ഡെക്സ്ട്രോ ഐസോമറിസവും ലീവോ ഐസോമറിസമാണ് എന്തായിട്ട് എടുക്കുക? ഒപ്റ്റിക്കൽ ഐസോമറിസമായിട്ട് എടുക്കുക. ഓക്കെ. അപ്പോൾ ഇതോടുകൂടെ കോർഡിനേഷൻ കോമ്പൗണ്ടിലെ ഐസോമറിസം എന്നുള്ള പാർട്ട് കഴിഞ്ഞു.